ഈ അമ്മായിമ്മ മുഖം വീർപ്പിച്ച് വെച്ചിട്ട് ഞാൻ കുറെ സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട്. എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളില്ല. സംഗതി നേരാണെങ്കിലും തുറന്നു പറയുന്നത് കേൾക്കാൻ ഒരു സുഖമുണ്ട്. മരുമോക്ക് ആളും തരമൊക്കെ കണ്ട് നിൽക്കാൻ അറിയാം. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ചില വീട്ടില്. രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ അമ്മായിമ്മയ്ക്ക് ദേഷ്യം വന്ന അമ്മായിമ്മ മുഖം വീർപ്പിച്ച് വെച്ച് ആ ഒരു വൈബ് സെറ്റപ്പ് ഇല്ല. അതിനിവിടെ എന്താ പ്രശ്നം? പ്രശ്നമില്ല, പ്രശ്നം നമ്മൾ ഉണ്ടാക്കും. പൊന്നൂസ് എന്ത് വന്നിട്ട് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കറിയില്ല, അതറിയില്ല അങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ലേ? ആ ഒരു രീതിക്ക് സംസാരിച്ചപ്പോ ഒരു മാറ്റവും ഇല്ലല്ലോ. ക്യാമറ 1 and 2 get ready. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് സംശയം? ഫ്രെയിം വർക്കിന്റെ കാര്യത്തിലേ നല്ല സാധനമല്ലേ? പുറകെ ഞങ്ങളുണ്ട്. ചൂടാവും അങ്ങനെ ചൂടാവും. എന്താ അകത്തൊരു ബഹളം? അത് ടിവിന്നാ ഒരു മിമിക്രി പറഞ്ഞിട്ടുണ്ട്. അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്ന കോമഡിയാ കാണണ. അച്ഛനും മോനും കൂടെ അഭിനയിച്ച് തകർക്കുകയാണല്ലേ. ഓസ്കാർ ആർക്ക് കിട്ടും? ഇത് ഞങ്ങളെന്തറിയോ എന്റെ ലക്ഷ്മി ഇത് പിന്നെ നമ്പറാ. എന്താ ഉദ്ദേശം മനസ്സിലായില്ല. ഏട്ടൻ എന്തിനാ വെറുതെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അപ്പൊ എന്റെ ചെറിയ ബുദ്ധിയില് ഇതേ തോന്നിയുള്ളൂ. ഇതാ ചെറിയ ബുദ്ധി, ഇത് ആന ബുദ്ധിയല്ലേ? ഇത് പ്രാങ്കല്ല. ഇത് അമ്മേനോട് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞു. ചവിട്ടിയാൻ വെച്ചെന്നാണല്ല ഇന്നത്തോടെ നീ ആയിട്ടുള്ള പൊറുതി മതിയാക്കി കൂടും കുടുക്കേണ്ടത് സ്ഥലം വിട്ടോ. പുകട്ടാ, അത് മാത്രം പറയരുത്. ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിപ്പോയതാ. അമ്മടുത്ത് പറഞ്ഞു, അമ്മ ഒന്ന് എവിടെ കരയണ? അങ്ങനെയെങ്കിൽ അങ്ങനെ രൂപ കുറെ കൈ കിട്ടിയല്ലോ, 2 അടി കൊണ്ടാലും വേണ്ടില്ല. ഞാൻ അമ്മനോട് പറഞ്ഞു വെറുതെ അഭിനയിച്ചോ, ബാക്കി പിന്നെ നോക്കാറുണ്ടോ ഞാന്. മേലിൽ ഇത് ആവർത്തിച്ചാൽ എന്റെ ശരിക്കുള്ള സ്വഭാവം തനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ടാറ്റ ഗൈസ്. എനിക്ക് 2 ആളെ വിശ്വാസമില്ല. വീട്ടിനുള്ളിൽ വലിയ ശത്രുക്കൾ, പുറത്ത് വലിയ ചങ്ങാതിമാരും, 2 കള്ളന്മാര്.